നമുക്ക് അരസിയുടെയും ആകാശവീരന്റെയും വഴക്കും പിണക്കങ്ങളും ഒക്കെ നിറഞ്ഞ രസകരമായ കുടുംബജീവിതത്തിന്റെ കഥ പറയുന്ന തലൈവൻ തലൈവി എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥ തുടങ്ങുമ്പോൾ നമ്മുടെ കഥാനായികയ അരസിയാണ് കാണിക്കുന്നത്. അരസിയുടെ കുഞ്ഞിന്റെ മുടിയെടുപ്പ് ചടങ്ങ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അരസിയും അച്ഛനും അമ്മയും കൂടി കുഞ്ഞിനെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോകുന്നു. അതും പോകുന്നതോ അരസിയുടെ ഹസ്ബൻഡിന്റെ കുടുംബക്ഷേത്രത്തിലേക്കാണ് പോകുന്നതും. എന്നാൽ കുഞ്ഞിന്റെ മുടിയെടുക്കുന്ന കാര്യമാണെങ്കിൽ അച്ഛനായിട്ടുള്ള ആകാശവീരൻ അറിഞ്ഞിട്ടില്ല. ആകാശവീരൻ വഴിയിൽ വെച്ച് തന്റെ കുഞ്ഞിന്റെ മുടിയെടുക്കുന്ന കാര്യം അറിയുന്നു. അതോടുകൂടി ആകാശവീരന് വല്ലാത്ത ദേഷ്യമായി. നേരെ ദേഷ്യത്തോടു കൂടി അമ്പലത്തിലേക്കും എത്തുന്നു. അമ്പലത്തിലെത്തിയിട്ട് താൻ അറിയാതെ തന്റെ കുഞ്ഞിന്റെ മുടിയെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുടി വെട്ടുവാനായിട്ട് വന്ന ആ ഒരാളിലെ അയാൾക്കിട്ട് നല്ലതങ്ങ് കൊടുക്കും. അതോടുകൂടി അവിടെ വലിയ വിഷയമാകുന്നു. നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും ഉൾപ്പെടുത്തി നടത്തേണ്ട ആ ഒരു ചടങ്ങ് അരസിയും അരസിയുടെ അച്ഛനും അമ്മയും മാത്രം ചേർന്ന് നടത്തിയതില് ആകാശവീരന് വല്ലാത്ത ദേഷ്യമായിരുന്നു. ആകാശവീരൻ പ്രശ്നമുണ്ടാക്കുന്നത് കണ്ട് അരസി കുഞ്ഞിനെ പിടിച്ചു വാങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇത്രയും സ്നേഹമുള്ള ആളായിരുന്നെങ്കിൽ എന്തുകൊണ്ട് 3 മാസം എന്നെയും കുഞ്ഞിനെയും അന്വേഷിച്ച് വന്നില്ല എന്ന്. 3 മാസമായിട്ട് ഇവർ രണ്ടുപേരും പിണക്കത്തില. അരസിയും കുഞ്ഞും അരസിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് പോലും. അതേസമയം ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ആകാശവീരന്റെ ചിറ്റപ്പനും ചിറ്റപ്പന്റെ വൈഫും മക്കളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ആകാശവീരനും കുടുംബക്കാരും അവിടെ പ്രശ്നമുണ്ടാക്കുന്നത് അവർ കാണുന്നുണ്ട്. കാര്യം അന്വേഷിക്കുവാനായിട്ട് അവരവിടേക്കെത്തും. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്താ ഇത്ര വലിയ പ്രശ്നം? അത് നിങ്ങൾക്ക് പറഞ്ഞവസാനിപ്പിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നു. ഇവർ തമ്മിൽ എന്താണ് പ്രശ്നമെന്നാണ് പിന്നീട് കാണിക്കുന്നത്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ആകാശവീരനും അച്ഛനും അമ്മയും സഹോദരിയും കൂടി അരസിയെ പെണ്ണ് കാണുവാനായി വന്ന ദിവസം. ആകാശവീരനും ഫാമിലിയും ഹോട്ടൽ ബിസിനസ് ആണ് നടത്തുന്നതും. ആകാശവീരന് സഹോദരിയെ കൂടാതെ ഒരു സഹോദരൻ കൂടിയുണ്ട്. പെണ്ണ് കാണുവാനായി വന്ന സമയത്ത് അരസിയെ ആദ്യ കാഴ്ചയിൽ തന്നെ ആകാശവീരന് ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ തനിക്ക് ജന്മത്തൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇവൾ തന്നെ മതിയെന്നും ആകാശവീരൻ തീരുമാനിക്കും. അരസിയാണെങ്കിലോ MA പാസ്സായതാണ്. ആകാശവീരൻ ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്ന് അരസിയുടെ അച്ഛൻ ചോദിക്കുമ്പോൾ അരസിയുടെ മുന്നിൽ താഴ്ന്നു പോകാതിരിക്കാനും പിന്നെ അരസിയെ എങ്ങനെയെങ്കിലും തന്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നും തീരുമാനിച്ച അമ്മയാണെങ്കിലോ എന്റെ മകൻ ഡബിൾ MA ആണെന്ന് കള്ളം പറയുന്നു. അത് കേട്ടതും അരസിയുടെ അച്ഛനും അമ്മയ്ക്കും പിന്നെ അരസിക്കുമൊക്കെ ഒരുപാട് സന്തോഷമാകുന്നു. അതേസമയമായിരുന്നു അരസിയുടെ സഹോദരൻ അവിടേക്ക് വരുന്നതും. സഹോദരനാണെങ്കിൽ ആകാശവീരനെ കണ്ടതും വല്ലാത്ത ദേഷ്യം. ഒട്ടും അവനെ ഇഷ്ടമായതേയില്ല. മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് കയറിപ്പോകും. ആകാശവീരന്റെ അമ്മ തള്ളി തുടർന്നു കൊണ്ടേയിരുന്നു, ഞങ്ങളെ പാരമ്പര്യമായിട്ട് ഹോട്ടൽ ബിസിനസ് നടത്തുന്നവരാ. പിന്നെ ഞങ്ങളുടെ ഹോട്ടൽ ഞങ്ങളുടെ നാട്ടിൽ വലിയ ഫേമസാ. മാത്രവുമല്ല എന്റെ മകൻ മാസ്റ്റർ ആണെന്നും അമ്മ പറയുന്നു. അത് കേട്ട് അരസിയുടെ അച്ഛനും അമ്മയും കരുതിയത് നല്ല വിദ്യാഭ്യാസത്തിൽ നല്ല ഉയർന്ന പൊസിഷനിലിരിക്കുന്ന എന്തോ മാസ്റ്റർ ആണെന്നാ. പക്ഷെ പിന്നെയാ പറഞ്ഞത് എന്റെ മകൻ പേര് കേട്ട പൊറാട്ട മാസ്റ്റർ ആണെന്ന്. ഞങ്ങളുടെ നാട്ടിൽ വന്ന് അന്വേഷിച്ചു നോക്ക്, എന്റെ മകന്റെ കൈപുണ്യം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നും അമ്മ പറയുന്നു. അതും കൂടി ആയപ്പോൾ ആകാശവീരനെ കുറിച്ച് ഒരു നല്ലൊരു ഇമേജ് അവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നു. മാത്രവുമല്ല അരസിക്കും ആകാശവീരനെ ഒരുപാട് ഇഷ്ടമായി. അരസിയും ആകാശവീരനും തമ്മിലുള്ള വിവാഹത്തിന് അരസിയുടെ വീട്ടുകാർ അങ്ങനെ സമ്മതിക്കുകയാണ്. പോകുന്നതിന് മുൻപ് ഞാൻ ഇവളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ മഹാറാണിയെ പോലെ നോക്കിക്കൊള്ളുമെന്ന് അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുക്കുകയാണ് ആകാശവീരൻ. മാത്രവുമല്ല താൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന പൊറോട്ടയും അവൾക്ക് കൊടുത്തിട്ടാണ് പോകുന്നതും. പൊറോട്ട കഴിച്ചു നോക്കുന്നതും അരസിക്ക് ഒരുപാട് ഇഷ്ടമായി. അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു അത്. മാത്രമല്ല അവളുടെ വീട്ടുകാരും കഴിച്ചു നോക്കുന്നു. അച്ഛനും അമ്മയ്ക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്ത് ടേസ്റ്റായി ഈ പൊറോട്ടയ്ക്ക് എന്ന് പറഞ്ഞാണ് അവൾ കഴിക്കുന്നതും. മാത്രമല്ല കൊണ്ടുവന്ന പൊതിയിൽ ആകാശവീരൻ തന്റെ മൊബൈൽ നമ്പറും എഴുതിയിട്ടുണ്ട്. അരസിയാണെങ്കിലോ ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്യും. രണ്ടുപേരും തമ്മിൽ നല്ല പ്രണയത്തിലാകുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ആകാശവീരനാണെങ്കിലോ അരസിയും കൊണ്ട് കറങ്ങാനൊക്കെ പോകും. മാത്രവുമല്ല മിക്ക ദിവസവും അവൾക്കാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ പൊറോട്ട ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കും. ആകാശവീരന്റെ ഹോബി എന്തെന്നാൽ പല രീതിയിൽ പൊറോട്ട ഉണ്ടാക്കുക. അത് തന്നെയാണ്. കൊത്തു പൊറോട്ട തന്നെ പല രീതിയിൽ അവൻ പരീക്ഷിക്കും. മാത്രവുമല്ല പാലൊഴിച്ചുള്ള പൊറോട്ട, അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കും. അതെല്ലാം അരസിക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നു. അരസിക്കാണെങ്കിലും അത് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഒരു ദിവസം അരസിയും കൊണ്ട് ഒരു മലമുകളിൽ വന്നിരുന്ന് താൻ ഉണ്ടാക്കിയ വെറൈറ്റി ആയിട്ടുള്ള പൊറോട്ട അവൾക്ക് കൊടുക്കുകയായിരുന്നു. അവൾ അത് രുചിയോടെ വാരി കഴിക്കുന്ന സമയം താൻ MA ഒന്നും പഠിച്ചിട്ടില്ല, അമ്മ വെറുതെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞതാ, 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല എന്നുള്ള സത്യം ആകാശവീരൻ അരസിയോട് തുറന്നു പറയുന്നു. അതാദ്യം കേട്ടപ്പോൾ അരസി ഒന്ന് ഞെട്ടിയെങ്കിലും ആകാശവീരൻ ഉണ്ടാക്കുന്ന പൊറോട്ടയുടെ മുന്നിൽ അവന്റെ ഒന്നുമല്ല എന്നാണ് അവൾ പറയുന്നതും. അവൾക്കതൊന്നും വലിയ വിഷയമേ ഇല്ല. അവനുണ്ടാക്കി കൊടുത്ത ഫുഡിൽ മയങ്ങിയിരിക്കുകയാണ് അരസി.
ആകാശവീരനും ഒരുപാട് സന്തോഷമായി. ആകാശവീരന് അരസി എന്ന് വെച്ചാൽ ജീവനാണ്. രണ്ടുപേരും നല്ല പ്രണയത്തിലാവുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അരസിയുടെ സഹോദരനാണെങ്കിൽ ആകാശവീരനെയും ഫാമിലിയെയും കുറിച്ച് കൂട്ടുകാരെ വിട്ട് ഒരുപാട് അന്വേഷിക്കും. ആകാശവീരനെയാണെങ്കിൽ അരസിയുടെ ചേട്ടന് ഒട്ടും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആകാശവീരനെ കുറിച്ച് അന്വേഷിച്ചിട്ട് ഉടനെ തന്നെ വീട്ടിൽ വന്നിട്ട്, അച്ഛാ, ഈ കല്യാണം നടത്തരുത്. ആ ആകാശവീരനും ഫാമിലിയും ഒട്ടും ശരിയല്ല. അവർ പണ്ടേ പേരുകേട്ട ഗുണ്ടകളാ. അച്ഛനും ആ രണ്ട് ആൺമക്കളും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തല്ലിന് പോകും. ആ രണ്ട് മക്കളും അത് കണക്ക് തന്നെയാ. ഇപ്പോഴാ കുറച്ചൊന്ന് ഒതുങ്ങി നിൽക്കുന്നത്. ഇങ്ങനെയുള്ള കുടുംബത്തിൽ നമ്മുടെ പെൺകുട്ടിയെ പറഞ്ഞു വിടണോ എന്നാണ് സഹോദരൻ ചോദിക്കുന്നതും. അതും കൂടി കേട്ടപ്പോൾ അരസിയുടെ അച്ഛനാണെങ്കിലോ ഈ കല്യാണം വേണ്ടയോ വേണമോ എന്ന ചിന്തയുണ്ടാവുകയാണ്. അരസിയെ കാണുവാനായിട്ട് ആകാശവീരൻ അവിടേക്ക് വന്നപ്പോഴും കല്യാണം നടക്കത്തില്ല എന്ന കാര്യമാണ് അരസിയുടെ അച്ഛൻ പറയുന്നതും. എന്നാൽ ആകാശവീരനാണെങ്കിലോ അത് കേട്ട് ഒരുപാട് സങ്കടമായി. അവൻ പറയുന്നത്, ഞങ്ങളുടെ ഫാമിലി ഒരു കുഴപ്പവുമില്ല. പണ്ട് കുറച്ച് അടിയും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ നല്ല മാന്യമായിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം അവൻ പറയും. എന്നാൽ ആകാശവീരന്റെ വീട്ടിലേക്ക് കയറുവാൻ പോലും അരസിയുടെ സഹോദരൻ സമ്മതിക്കുന്നതേയില്ല. അവനെ ഒരുപാട് തല്ലുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് അരസി പുറത്തേക്ക് ഇറങ്ങി വരും. അരസിയോടും ആകാശവീരൻ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറരുതെന്ന് കെഞ്ചി പറയുന്നു. പക്ഷെ എന്നിട്ട് പോലും അരസിയുടെ സഹോദരനോ അച്ഛനോ കേൾക്കുവാനായും കൂട്ടാക്കുന്നില്ല. അതെല്ലാം കാണുന്ന അരസിയാണെങ്കിൽ അച്ഛനോട് ചോദിക്കും, നിങ്ങളൊക്കെ നല്ലതായിരുന്നു. അച്ഛൻ രണ്ടുപേരെ കൊന്നിട്ട് ജയിലിൽ പോയ ആളല്ലേ. പിന്നെ ഇവർ അത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്താ പ്രശ്നമെന്നും അച്ഛനോട് ചോദിക്കുന്നു. അരസിയുടെ അച്ഛനും ചേട്ടനും ഒരു കാലത്ത് പേര് കേട്ട ഗുണ്ടകളായിരുന്നു. അച്ഛനാണെങ്കിലോ രണ്ടുപേരെ കൊന്നിട്ട് ജയിലിൽ പോയ ആളും. അച്ഛനാണെങ്കിൽ ഇതെല്ലാം കേട്ടതോടുകൂടി പിന്നീട് ഒന്നും പറയാനേ തോന്നിയില്ല. ആകാശവീരൻ ചോദിക്കുന്നുണ്ട്, അരസി, ഞാൻ വിളിച്ചാൽ നീ ഇറങ്ങി വരുമോ? നിന്നെ ഞാൻ നന്നായി നോക്കിക്കോളാം. എന്റെ രാജകുമാരിയെ പോലെ ഞാൻ നോക്കിക്കോളാമെന്നും ആകാശവീരൻ പറയുന്നു. അരസി വേറെ ഒന്നും നോക്കിയില്ല. തന്റെ ചേട്ടന്റെ കയ്യിൽ നിന്നും ആകാശവീരന്റെ വണ്ടിയുടെ ചാവിയും വാങ്ങി അവന് കൊടുത്തിട്ട് അവനൊപ്പം ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. അവരെ ഫോളോ ചെയ്ത് അരസിയുടെ ചേട്ടന്റെ കുറേ ഗുണ്ടകൾ പിന്നാലെയുണ്ട്. ആകാശവീരൻ ഉടനെ തന്നെ തന്റെ അമ്മയെ വിളിച്ചിട്ട്, ഞാൻ അരസിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നു. അവൾ കൊടുക്കുവാനായിട്ട് നല്ലൊരു സാരിയും റെഡിയാക്കി അമ്പലത്തിലേക്ക് വരുവാനായിട്ടും ആകാശവീരൻ അമ്മയോട് പറയും. എന്നാൽ അത് കേട്ട് അമ്മ ഞെട്ടി നിൽക്കുകയാണ്. അത് വേണോ എന്നാണ് അമ്മ ചോദിക്കുന്നതും. അതിന് പിന്നിലൊരു കാരണമുണ്ട്. ആകാശവീരന്റെ അമ്മ കുറച്ചു നേരം മുമ്പ് ഒരു ജ്യോത്സ്യനെ പോയി കണ്ടു, ഇവരുടെ രണ്ടുപേരുടെയും വിവാഹത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ജ്യോത്സ്യൻ പറയുന്നത്, അരസി ആ പെൺകുട്ടിയില്ലേ, അവളുടെ ജാതകപ്രകാരം അവൾ നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറിയാൽ നിങ്ങളുടെ കുടുംബം രണ്ടാകുമെന്നും ജ്യോത്സ്യൻ പറഞ്ഞു. അതമ്മയുടെ മനസ്സിലിരിക്കുകയാ. അതുകൊണ്ട് തന്നെ അവളെ വേണ്ട എന്നാണ് അമ്മ ആകാശവീരനോട് പറയുന്നതും. അവളെ തിരിച്ചു കൊണ്ടാക്കാൻ പറഞ്ഞെങ്കിലും ആകാശവീരൻ അതൊന്നും കേൾക്കില്ല. അവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് അരസിയും കൂട്ടിയെത്തുകയാണ്. അവിടെ വെച്ച് ആകാശവീരൻ അരസിയെ വിവാഹം കഴിച്ച് വീട്ടിലേക്കും കൊണ്ടുവരുന്നു. അമ്മയ്ക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടമാകുന്നില്ല. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അരസിയും ആകാശവീരനും അടിപൊളി ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് നയിക്കുന്നു. അവരുടെ ഹോട്ടലിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ആ വീട്ടുകാരെല്ലാവരുമാണല്ലോ. അരസിയും എല്ലാവർക്കൊപ്പവും ചേരുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആകാശവീരന്റെ അച്ഛനാണെങ്കിലോ അരസിയെ പിടിച്ച് ക്യാഷ് വാങ്ങുവാനായി ഇരുത്തുന്നു. അത് കാണുന്ന ആകാശവീരന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് അമ്മയാണ് ക്യാഷ് വാങ്ങാനായി ഇരിക്കുന്നത്. ദേ ഇന്നലെ വന്ന് ഒരുത്തിയെ പിടിച്ച് അവിടെ ഇരുത്തിയിരിക്കുന്നു എന്നാണ് അമ്മയുടെ ചിന്ത. അമ്മയ്ക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ആകുന്നു. അങ്ങനെ അരസിയാണെങ്കിൽ സന്തോഷത്തോടു കൂടി അവിടെ ഇരിക്കുകയാണ്. അവൾ ക്യാഷും വാങ്ങുന്നു. അവൾക്കാണെങ്കിൽ ഒരുപാട് സന്തോഷം. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് അവളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതും. അരസി കയറി ഇരുന്നതോടുകൂടി അന്നേ ദിവസം ഒരുപാട് കച്ചവടം നടന്നു. 5000 രൂപ അവർക്ക് എക്സ്ട്രാ കിട്ടുകയും ചെയ്തു. ആ ഒരു കാര്യവും അച്ഛൻ പറയുകയാണ്. അരസി ഇരുന്നത് കൊണ്ടാണ് ഇന്ന് ഇത്രയും ലാഭം കിട്ടിയത്. ഇതുവരെയും 10 വർഷമായി നമ്മൾ നടത്താൻ തുടങ്ങിയിട്ട് 10 വർഷത്തിൽ കിട്ടാത്ത ലാഭമാണ് ദേ ഇപ്പോൾ നമ്മൾക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യവും അച്ഛൻ പറയുന്നു. അച്ഛൻ പറയുന്നതെല്ലാം കേട്ട് അമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യം വരും. ഈ ഹോട്ടലിന്റെ പേര് ആദ്യം ആകാശവീരന്റെ സഹോദരിയുടെ പേരാണ് വെച്ചിരുന്നത്. എന്നാൽ അരസി ക്യാഷ് കൗണ്ടറിൽ ഇരുന്നതോടുകൂടി ക്യാഷൊക്കെ ഒരുപാട് വരുവാനായും തുടങ്ങിയില്ലേ. അതുകൊണ്ട് തന്നെ ആകാശവീരന്റെ സഹോദരിയുടെ പേര് മാറ്റിയിട്ട് അരസിയുടെ പേരവിടെ വെച്ചു. അതും കൂടി ആയപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അവിടെ പ്രശ്നങ്ങൾ ചെറുതായിട്ട് പൊട്ടിപ്പുറപ്പെടുവാനായും തുടങ്ങി. അമ്മ ഉടനെ തന്നെ തന്റെ മകളെയും കുഞ്ഞിനെയും അവിടേക്ക് വിളിച്ചു വരുത്തി. മകളോട് കാര്യവും പറയുകയാണ്. മാത്രമല്ല കയറി വരുന്ന സമയത്ത് തന്നെ അവളുടെ പേര് മാറ്റിയിട്ട് അരസിയുടെ പേര് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ മകൾക്ക് ഇഷ്ടമാകുമോ? ഇല്ല. വന്ന ഉടനെ തന്നെ അരസിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് മാറ്റിയിട്ട് ക്യാഷ് കൗണ്ടറിൽ കയറി അവൾ ഇരിക്കുകയാണ്. ഒരു വിധത്തിൽ അരസിക്ക് എഴുന്നേറ്റ് കൊടുക്കുന്നതേയില്ല. അരസിയെ കൊണ്ട് ഓർഡർ എടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. മാത്രമല്ല വേസ്റ്റ് ഒക്കെ
ശകാരിക്കുന്നു. അതും കൂടിയായപ്പോൾ അരസിക്ക് ഒട്ടും ഇഷ്ടമാകുന്നതേയില്ല. അരസി ആദ്യം കരുതിയത് സഹോദരി വെറുതെ വന്ന സമയത്ത് അവൾ കയറിയിരിക്കുന്നെന്ന. എന്നാൽ അവളാണെങ്കിലോ അവിടെ നിന്ന് പോകുന്നതേയില്ല. എല്ലാ ദിവസവും അരസിക്ക് ആ സ്ഥാനം വിട്ടുകൊടുക്കാതെ ആ കസേരയിൽ തന്നെ അവൾ ഇരിക്കുകയാണ്, അതും പശ തേച്ചൊട്ടിച്ചതുപോലെ. അരസിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യവും. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അരസിയും അമ്മായിയമ്മയും തമ്മിൽ പ്രശ്നമാകുന്നു. നമ്മൾ ഈ TV സീരിയലിലൊക്കെ കാണില്ലേ, അതുപോലെ തന്നെ അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള പ്രശ്നം അവിടെ ആരംഭിച്ചു. അമ്മായിയമ്മയുമായി വഴക്കിട്ട് അരസി നേരെ തന്റെ വീട്ടിലേക്ക് പോകും. അരസി പോയ പിന്നാലെ ആകാശപുരൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ ദിവസവും ഇത് തുടർന്നു കൊണ്ടേയിരുന്നു. എന്നൊക്കെ അമ്മായിയമ്മയുമായി വഴക്കുണ്ടാകുന്നോ അപ്പോഴെല്ലാം അരസിയാണെങ്കിൽ തന്റെ സാധനങ്ങളും പറക്കി വീട്ടിലേക്ക് പോകും. ആകാശപുരൻ പോയി തിരികെ വിളിച്ചു കൊണ്ടുവരും. ഇത് തുടർന്നു കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരിക്കൽ അരസിയുടെ അമ്മ ഫോൺ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ അവളെ എരിയേറ്റി കൊടുത്തുകൊണ്ടേയിരുന്നു. അവൾ ഇങ്ങ് വന്ന് നിൽക്കുന്ന സമയത്ത് നീ തന്നെ അവിടെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് എരിയേറ്റി കൊടുക്കും. അത് കേട്ട് അരസി പ്രവർത്തിക്കും. അങ്ങനെ വലിയ അടിയാവും. അതും കൂടി ആയപ്പോൾ അരസിയുടെ അമ്മ പറയും, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്, നീ ഇവിടെ വന്ന് നിൽക്ക്, നിനക്ക് സ്വന്തമായൊരു വീടില്ലേ, പിന്നെന്തിനാ നീ അവിടെ കിടന്ന് മനസമാധാനമില്ലാതെ ജീവിക്കുന്നത് എന്ന് പറയുന്നത് കേട്ട് അരസി വീണ്ടും സാധനവും പറക്കി തന്റെ വീട്ടിലേക്ക് പോകും. ആകാശപുരൻ പിന്നാലെ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരും. പിന്നീട് അരസിയാണെങ്കിൽ എല്ലാ ദിവസവും പോകുന്നത് നിർത്തിയിട്ട് 3 ദിവസം തന്റെ വീട്ടിലും 3 ദിവസം ആകാശപുരന്റെ വീട്ടിലും ഇങ്ങനെ നിൽക്കുവാനായും തുടങ്ങി. അതും കൂടി ആയപ്പോൾ ആകാശവീരന്റെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമാകുന്നതേയില്ല. ആകാശവീരന് ഓരോന്ന് സ്ക്രൂ വെച്ചു കൊടുക്കുവാനായും തുടങ്ങും. പക്ഷെ അതൊന്നും ആകാശവീരൻ കേൾക്കുന്നതേയില്ല. അരസിക്കാണെങ്കിൽ അതെല്ലാം കേൾക്കുമ്പോൾ വല്ലാത്ത ദേഷ്യവും. ഇവരുടെ ഇടയിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ ആകാശവീരന്റെ അമ്മ തന്നെയാണ്. ആ സീൻ അവിടെ അവസാനിച്ച് പ്രസന്റ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിലാണെങ്കിൽ 2 കുടുംബവും തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുകയാണല്ലോ. ഈ ഒരു കാര്യം അരസിയുടെ സഹോദരൻ അറിയും. സഹോദരൻ അവിടേക്ക് പുറപ്പെട്ടു എന്ന കാര്യം ആകാശവീരനും അറിയുകയാണ്. വരട്ടെ, അവൻ വരട്ടെ, ഇന്ന് 2-1 തീരുമാനിക്കണമെന്ന് പറഞ്ഞ് അവിടെയുള്ളൊരു വാളും എടുത്ത് ആകാശവീരൻ തന്റെ അളിയനെ കാത്തു നിൽക്കുകയാണ്. എന്നാൽ വന്നതോ അളിയനായിരുന്നില്ല, ആ നാട്ടിലെ MLA ആയിരുന്നു വന്നത്. MLA കണ്ടതും ആകാശവീരനാണെങ്കിൽ വാളങ്ങ് താത്തുവെക്കും. MLA അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുകയാണ്. വീണ്ടും ആ ഒരു സീൻ അവിടെ അവസാനിച്ച് ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഒരിക്കൽ അരസി വീട്ടിൽ വഴക്കിട്ട് ഇറങ്ങിപ്പോകുന്ന സമയം അരസിക്ക് പിന്നാലെ ആകാശവീരനും അവളുടെ കൂടെ തന്നെ ഇറങ്ങുകയാണ്. അവൾ ഏത് ബസ്സിൽ കയറിയോ അതേ ബസ്സിൽ തന്നെ അവനും കയറുന്നു. അവൾക്കുള്ള ടിക്കറ്റ് എടുത്തതും ആകാശവീരൻ തന്നെയാണ്. പിണക്കമാണെങ്കിലും അതൊക്കെ അവൻ തന്നെ ചെയ്തു. അങ്ങനെ അരസി തന്റെ വീട്ടിലേക്ക് എത്തും. വീട്ടിലെത്തുന്ന സമയത്ത് ആകാശവീരനും അരസിയും ഒരുമിച്ചിരുന്ന് തന്നെ ആഹാരം കഴിക്കുന്നതും മാത്രമല്ല ആകാശവീരന് ധരിക്കേണ്ട ഡ്രസ്സും എടുത്തുകൊണ്ടാണ് അവൾ വന്നിരിക്കുന്നതും. എന്നിട്ട് റൂമിൽ ഉറങ്ങുവാനായി കിടന്ന സമയം 2 പേരും പ്രശ്നമെല്ലാം സോൾവ് ചെയ്തിട്ട് കളിയും ചിരിയും തമാശയും ഒക്കെ ആയി പോകുന്നു. ഇതെല്ലാം കേൾക്കുന്ന അച്ഛനും അമ്മയും ചിന്തിക്കുന്നത്, വലിയ വഴക്കിട്ടല്ലേ ഇവർ അവിടെ നിന്ന് വന്നത്, എന്നിട്ട് ഇവർക്ക് ഒരു പ്രശ്നവുമില്ലേ എന്നൊക്കെയുള്ള കാര്യം ചിന്തിച്ച് അച്ഛനും അമ്മയും ചിരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അരസിയാണെങ്കിൽ പ്രഗ്നന്റ് ആവുകയാണ്. അവളൊരു പെൺകുഞ്ഞിനും ജന്മം നൽകി. കുഞ്ഞ് ജനിച്ചതിന് ശേഷം അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുമെന്നായിരിക്കും നമ്മൾ കരുതുന്നത്. കരുതിയ പോലെ തന്നെ ആദ്യത്തെ ഒരു 5-6 മാസമൊക്കെ നല്ല ഹാപ്പി ആയിട്ട് പോയി. കുഞ്ഞുമായിട്ട് അവർ സന്തോഷമായിട്ട് ജീവിച്ചു. എന്നാൽ വീണ്ടും അവർക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നു. അമ്മായിയമ്മയാണ് ഇതിനിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. മിക്കപ്പോഴും അവർക്ക് വഴക്ക് തന്നെയാണ്. അത് കാരണം അമ്മായിയമ്മയാണെങ്കിലോ ആകാശവീരന് വേണ്ടിയിട്ട് മറ്റൊരു പെണ്ണിനെ ആലോചിക്കുകയാണ്. അതും 2ാം വിവാഹം. അവരുടെ സഹോദരന്റെ മകളെയാണ് ആലോചിച്ചിരിക്കുന്നതും, ആകാശവീരന്റെ മാമന്റെ മകളെ. ഈ ഒരു കാര്യം അരസി അറിയിക്കുകയാണ്. അരസിക്ക് ഇത് കേട്ടതും വല്ലാത്ത ദേഷ്യം. ആകാശവീരനെ കൊണ്ട് അമ്മ 2ാമത് കല്യാണം കഴിപ്പിക്കാൻ പോകുന്നു. ആകാശവീരന് മറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. അത് സത്യമായിരിക്കും. അവൾ മിക്കപ്പോഴും പൊറോട്ട വാങ്ങുവാനായിട്ട് ഹോട്ടലിലേക്ക് വരുമല്ലോ. അവൾക്ക് ആകാശവീരനെ കാണുമ്പോൾ വല്ലാത്ത കുഴച്ചിലും ചിരിയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ 2ാം വിവാഹത്തിന്റെ കാര്യത്തിൽ അവൾക്കത് കേട്ട് വല്ലാത്ത ദേഷ്യം വരും. അവൾ അങ്ങനെ വലിയ പ്രശ്നമുണ്ടാക്കുന്നു. ആകാശവീരനും ഇതറിയുകയാണ്. അരസിയും ആകാശവീരനും തമ്മിൽ വല്ലാത്ത വഴക്ക്. പക്ഷെ ആകാശവീരനാണെങ്കിൽ അത് അറിഞ്ഞിട്ടേയില്ല. ആകാശവീരൻ ആ പെൺകുട്ടിയെ സ്വന്തം സഹോദരിയെ പോലെയാ കാണുന്നത്. അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ആകാശവീരന് വല്ലാത്ത ദേഷ്യവും. അരസി തന്റെ റൂമിൽ കയറിയിട്ട് ഉടനെ തന്നെ തന്റെ സഹോദരനെ വിളിച്ചിട്ട്, ഇവിടെ ആകെ പ്രശ്നമാ, എനിക്കിനി ഇവിടെ ജീവിക്കണ്ട. ദേ, അയാൾക്ക് 2ാം വിവാഹം ആലോചിച്ചിരിക്കുക. ഇവരെല്ലാവരും ചേർന്ന് എന്നെ ഒഴിവാക്കുക. എന്നെ എത്രയും വേഗം ഇവിടെ നിന്ന് വന്ന് കൂട്ടിക്കൊണ്ട് പോയെന്ന് തന്റെ സഹോദരനെ വിളിച്ചിട്ട് അരസി ഒരുപാട് കരയും. അത് കേട്ടപ്പോൾ അരസിയുടെ സഹോദരനാണെങ്കിലോ വല്ലാത്ത ദേഷ്യവും.
അരസിയുടെ സഹോദരന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാ. ആ പെൺകുട്ടിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അന്നേരവും. എന്നാൽ ആകാശവീരൻ തന്റെ അമ്മയോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞോ എനിക്ക് മറ്റൊരു വിവാഹം വേണമെന്ന്? നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് അമ്മയുമായിട്ട് വഴക്കിട്ട് ആകാശവീരൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഓടുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു പൊട്ടക്കിണറ്റിലേക്കാ. പൊട്ടക്കിണറ്റിലേക്ക് എടുത്തു ചാടും. പക്ഷേ പുള്ളിക്കാരൻ വിചാരിച്ചത്ര വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ കിടന്ന് നിലവിളിക്കും, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ്. ആകാശവീരൻ പൊട്ടക്കിണറ്റിൽ വീണ അതേ സമയമായിരുന്നു അരസിയുടെ സഹോദരനും സഹോദരന്റെ കുറച്ച് ഗുണ്ടകളും കൂടി അവിടേക്ക് വരുന്നതും. എന്നിട്ട് അച്ഛനെയും അമ്മയെയും സഹോദരിയും സഹോദരനെയും ഒക്കെ അവിടെ ഇട്ട് ഒരുപാട് തല്ലി ആ ഒരു ഹോട്ടൽ മുഴുവൻ അടിച്ച് നശിപ്പിച്ചിട്ട് അരസിയും കുഞ്ഞിനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. എന്നാൽ അരസിക്കാണെങ്കിൽ തന്റെ സഹോദരൻ ഇങ്ങനെയൊന്നും പെരുമാറുന്നത് കണ്ട് ഒട്ടും ഇഷ്ടമാകുന്നതേയില്ല. എന്നെ വന്ന് കൂട്ടുകൊണ്ടു പോകുവാനല്ലേ ഞാൻ പറഞ്ഞോളൂ, എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചത് എന്ന് പറഞ്ഞ് അവൾ ഒരുപാട് ദേഷ്യപ്പെടുന്നു. വീട്ടിലേക്ക് വന്ന അരസിക്കാണെങ്കിലോ ഇതെല്ലാം ആകാശവീരൻ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറും എന്ന ടെൻഷനായിരുന്നു അവൾക്ക്. എന്നാൽ ആകാശവീരനാണെങ്കിൽ അതേസമയം പൊട്ടക്കിണറ്റിൽ കിടക്കുന്നു. ആകാശവീരന്റെ വിളി കേട്ട് ആരോ വന്ന് ആകാശവീരനെ രക്ഷിച്ചു വിടുന്നു. വീട്ടിലേക്ക് വന്ന ആകാശവീരൻ കാണുന്നത് അടികൊണ്ട് മുറിഞ്ഞ് രക്തവുമായിട്ടിരിക്കുന്ന അച്ഛനെയും അമ്മയെയും സഹോദരിയും സഹോദരനെയും ഒക്കെയാണ്. അതെല്ലാം കണ്ടവന് വല്ലാതെ ദേഷ്യം വരും. ദേഷ്യപ്പെട്ട് ഉടനെ തന്നെ അവിടെ നിന്ന് നേരെ അരസിയുടെ വീട്ടിലേക്കാണ് പോകുന്നതും. ചെല്ലുന്ന സമയത്ത് അരസിയെ കാണാനൊന്നും പറ്റുന്നില്ല. ഫോൺ വിളിച്ചിട്ടും അവളുടെ ഫോൺ എടുക്കുന്നതേയില്ല. സഹോദരൻ ആ ഫോൺ വാങ്ങി വെച്ചിരിക്കുകയാ. അതേസമയം സഹോദരന്റെ കുറെ കൂട്ടാളികൾ ചേർന്ന് ആകാശവീരനെ അവിടെ ഇട്ട് ഒരുപാട് തല്ലുപനയും നോക്കും. എന്നാൽ ആകാശവീരൻ വിട്ടുകൊടുക്കുമോ? ആകാശവീരനും തിരിച്ച് ഒരുപാട് കൊടുക്കും. ഫൈറ്റ് എല്ലാം കഴിഞ്ഞ് അരസിയെ വിളിക്കുമെങ്കിലും അരസി ഫോൺ എടുക്കത്തില്ല. മാത്രമല്ല അരസിയെ കാണാൻ പോലും ആകാശവീരന് പറ്റിയില്ല. ആകാശവീരൻ നേരെ തന്റെ വീട്ടിലേക്ക് എത്തും. അതേ സമയത്തായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ വന്നത്. എത്രയും വേഗം സ്റ്റേഷനിലേക്ക് എത്താനാണ് ഇൻസ്പെക്ടർ പറഞ്ഞതും. അതനുസരിച്ച് ആകാശവീരൻ തന്റെ അച്ഛനെയും അമ്മയെയും സഹോദരിയും സഹോദരനെയും എല്ലാവരെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ ഇരുന്ന ഇൻസ്പെക്ടർ ആണെങ്കിലോ അരസിയുടെ സഹോദരന്റെ ഗേൾഫ്രണ്ടും കൂടിയായിരുന്നു. ഇൻസ്പെക്ടർ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരും അരസിയെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് അവൾ കംപ്ലൈന്റ് തന്നിരിക്കുക. അതുകൊണ്ട് തന്നെ ഇനി അവൾക്ക് ഒരു ശല്യവും ചെയ്യില്ല എന്ന് എഴുതി ഒപ്പിടാനായിട്ടും ഇൻസ്പെക്ടർ പറയുന്നു. പക്ഷേ ആകാശവീരൻ അപ്പോഴും പറയുന്നുണ്ട്, എന്റെ അരസി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന്. ഇൻസ്പെക്ടർ ആണെങ്കിൽ അവൾ എഴുതി കൊടുത്ത കംപ്ലൈന്റ് കാണിച്ചു കൊടുക്കും. അതും കൂടി ആയപ്പോൾ ആകാശവീരൻ വിശ്വസിക്കുന്നു. സത്യത്തിൽ അത് ചെയ്തത് അരസിയുടെ സഹോദരനാണ്. ഈ ഒരു കാര്യം അരസി അറിഞ്ഞിട്ടേയില്ല. ഒപ്പിട്ട് കൊടുത്തിട്ട് ആകാശവീരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അതിനുശേഷം ആകാശവീരനാണെങ്കിലോ അരസി അങ്ങനെ ചെയ്തു തോർത്ത് ഒരുപാട് വിഷമിക്കും. മാത്രമല്ല കുഞ്ഞിനെയും അരസിയെയും ദിവസങ്ങൾ കഴിയും തോറും ആകാശവീരന് മിസ് ചെയ്തുകൊണ്ടേയിരുന്നു. അവരെ കുറിച്ച് ഓർത്ത് ഒരുപാട് കരയും. അവരുമായിട്ടുള്ള നല്ല നിമിഷങ്ങളൊക്കെ ആകാശവീരൻ ഓർക്കുകയാണ്. അരസിയെ ഫോൺ വിളിക്കും, പക്ഷെ ആരും എടുക്കുന്നില്ല. ഫോണെല്ലാം അരസിയുടെ സഹോദരൻ വാങ്ങി വെച്ചിരിക്കുകയാണ്. എന്നാൽ അവളുടെ വീട്ടിൽ പോയി അവളെ വിളിച്ചു കൊണ്ടുവരുവാനായിട്ടും ആകാശവീരന് പറ്റുന്നില്ല. അങ്ങോട്ട് ചെല്ലരുതെന്നല്ലേ ഇൻസ്പെക്ടർ പറഞ്ഞിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ആകാശവീരനാണെങ്കിൽ ഒരു ജോത്സ്യനെ പോയി കണ്ടിട്ട് ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ, അവളും കുഞ്ഞും എന്റെ അടുത്തേക്ക് വരണമെന്നും ആകാശവീരൻ ജോത്സ്യനടുത്ത് പറയുന്നു. എന്നാൽ ജോത്സ്യൻ പറയുന്നത്, നീയാണെങ്കിൽ രാമേശ്വരത്ത് പോണം, എന്നിട്ട് അവിടെ ഭിക്ഷയിരിക്കണം. ഭിക്ഷയാചിച്ച് കിട്ടിയ കാശ് കൊണ്ട് അവിടെ ഇരിക്കുന്ന പാവങ്ങൾക്ക് നീ ആഹാരം വാങ്ങിക്കൊടുക്കണം. മാത്രമല്ല നീയും കഴിക്കണമെന്നും ഒരു ജോത്സ്യൻ പറയുന്നു. അതനുസരിച്ച് അമ്മയും കൂട്ടി രാമേശ്വരത്ത് പോയിട്ട് അവൻ ഭിക്ഷയിരിക്കുകയാണ്. ഭാര്യയും കുഞ്ഞിനെയും ആകാശവീരന് ഒരുപാട് ഇഷ്ടമാ. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ആകാശവീരൻ തയ്യാറാകും. കരഞ്ഞുകൊണ്ടാണ് അവൻ ഭിക്ഷ യാചിക്കുന്നതും. ജോത്സ്യൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തു. എന്നിട്ടും അരസി തിരിച്ചു വരുന്നില്ല. വീണ്ടും ജോത്സ്യൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതെല്ലാം ആകാശവീരൻ ചെയ്യും. പക്ഷേ എന്നിട്ടും ഒരു ഫലവുമില്ല. ആ ഒരു സീൻ അവിടെ കട്ടായി വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. അരസിയുടെ അച്ഛനാണെങ്കിൽ പിണക്കമെല്ലാം മറന്ന് അവളെ കാണുവാനായിട്ട് വീട്ടിലേക്ക് വന്ന സമയത്ത് അവൾക്ക് കുറച്ച് കാശും കുറച്ച് സ്വർണവും കൊടുത്തിരുന്നു. എന്നാൽ ആകാശവീരന്റെ വീട്ടുകാരാണെങ്കിൽ ആ കാശെടുത്ത് ചിലവാക്കി. പക്ഷേ സ്വർണമാണെങ്കിൽ ആകാശവീരന്റെ സഹോദരിയുടെ ഭർത്താവാണെങ്കിൽ കൊണ്ടുവന്ന് പണയം വെച്ചിരിക്കുകയാണ്. ആ സ്വർണമാണെങ്കിൽ ആകാശവീരനോട് അവളുടെ അച്ഛനും അമ്മയും തിരിച്ചു ചോദിക്കും. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാനാ? ഉടനെ തന്നെ അളിയനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറയുന്നു. അളിയനാണെങ്കിൽ പറയുന്നത്, എത്രയും വേഗം നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. ഡിവോഴ്സിനുള്ള പേപ്പറെല്ലാം ഞാൻ റെഡിയാക്കി കൊണ്ടുവരാം. സ്വർണം തിരിച്ചു തന്നാൽ ഡിവോഴ്സ് ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കുവാനായിട്ടും അളിയൻ പറയുന്നു. അതനുസരിച്ച് ആകാശവീരന്റെ അമ്മ ചോദിക്കുമ്പോൾ സ്വർണമെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യാൻ തയ്യാറാണെന്നും അരസിയുടെ അമ്മയൊക്കെ പറയുന്നു. അങ്ങനെ അളിയനാണെങ്കിൽ താൻ എത്രയും വേഗം പണയം വെച്ചിരിക്കുന്ന സ്വർണം എടുത്തുകൊണ്ട് വരാമെന്നും പറയുന്നു. എന്നിട്ട് അളിയൻ നേരെ പോകുന്നത് പണയം എടുക്കുവാനും മാത്രമല്ല ഒരു വക്കീലിനെ കണ്ട് ഡിവോഴ്സ് പേപ്പർ എല്ലാം റെഡിയാക്കി കൊണ്ട് വരുവാനായിട്ടാണ് പോയിരിക്കുന്നതും. അതേസമയം തന്നെയായിരുന്നു അരസിയുടെ സഹോദരനും ഗുണ്ടകളും അവിടേക്ക് വന്നത്.
ആകാശവീരനും അരസിയുടെ സഹോദരനും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് MLAയും അവിടെ ഉണ്ടായിരുന്നല്ലോ. MLA ആണെങ്കിൽ അതിൽ ഇടപെടുകയാണ്. രണ്ടുപേരെയും തടയും. നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഈ പ്രശ്നത്തിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് അവരുടെ ആ പ്രശ്നത്തിൽ ഇടപെടുകയാണ് MLA. എന്നാൽ അരസി പറയുന്നത് ഞങ്ങളെ രണ്ടുപേരെയും രണ്ടു വഴിക്ക് പിരിക്കണമെന്നാണ് അരസി ആവശ്യപ്പെട്ടതും. അതെല്ലാം കേട്ട് ആകാശവീരൻ തകർന്നു പോയി. അതേസമയമായിരുന്നു സഹോദരിയുടെ ഭർത്താവാണെങ്കിൽ പണയമെടുത്ത സ്വർണവും പിന്നെ ഡിവോഴ്സിന്റെ പേപ്പറുമായിട്ട് അവിടേക്ക് എത്തുന്നതും. സ്വർണമെല്ലാം അരസിയുടെ അച്ഛനെയും അമ്മയും ഏൽപ്പിച്ചു. എന്നിട്ട് ഡിവോഴ്സ് പേപ്പർ ആണെങ്കിൽ ആകാശവീരന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അവനോട് ഒപ്പിടുവാനായും പറയും. അരസിയോടും ഒപ്പിടുവാനായി ആവശ്യപ്പെടുകയാണ്. ആകാശവീരനാണെങ്കിലോ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരവസ്ഥ. ആകാശവീരൻ ഒപ്പിടുന്നതിന് മുൻപ് തന്നെ അരസിയെ നോക്കുമ്പോഴോ ഒന്ന് വേണ്ടെന്നോ, നമുക്ക് രണ്ടുപേർക്കും ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിച്ച് സന്തോഷമായി കുഞ്ഞുമായി ജീവിക്കാമെന്നോ എന്നൊന്നും തന്നെ അവൾ പറയുന്നതേയില്ല. അതുകൊണ്ട് തന്നെ നിറ കണ്ണുകളുമായി ആകാശവീരൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടും. എന്നിട്ട് അരസിയെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് നിന്റെ ആവശ്യം ഇത് തന്നെ ആയിരുന്നില്ലേ, സന്തോഷമായി ജീവിക്ക്, കുഞ്ഞിനെ ഇടയ്ക്കൊക്കെ എന്നെ കൊണ്ടുവന്ന് കാണിക്കണമെന്നും ആകാശവീരൻ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇതിനിടയിൽ ആകാശവീരന്റെ സഹോദരിയുടെ ഭർത്താവിന് ചെറിയ റോളുണ്ട്. എന്തെന്നല്ലേ, 3 മാസം ഇവർ രണ്ടുപേരും പിരിഞ്ഞു നിന്ന സമയത്ത് ആകാശവീരനെ വിളിച്ചിട്ട് അരസിയും അരസിയുടെ വീട്ടുകാരെയും കുറിച്ച് ഈ അളിയനാണെങ്കിൽ കുറ്റം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അരസിയെ വിളിച്ചിട്ട് ആകാശവീരനെയും വീട്ടുകാരെയും കുറിച്ചിട്ട് അരസിയോടും കുറ്റം പറഞ്ഞു കൊടുക്കും. അത് കാരണമാണ് അരസിക്ക് ആകാശവീരനോട് വല്ലാത്ത ദേഷ്യം വന്നതും ആകാശവീരന് അരസിയുടെ വീട്ടുകാരോടും അരസിയോടും ചെറിയ ദേഷ്യം വന്നതും. ഇതിനിടയിൽ കളിച്ചതെല്ലാം ആകാശവീരന്റെ അളിയൻ തന്നെയായിരുന്നു. തിരികെ പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് ആകാശവീരന്റെ അമ്മ ഒരു സത്യം കൂടി തുറന്നു പറയുന്നു. എന്തെന്നാൽ ആകാശവീരന് വേണ്ടിയിട്ടല്ല മാമന്റെ മകളെ ആലോചിച്ചത്, അവന്റെ സഹോദരന് വേണ്ടിയിട്ടാണ് എന്നുള്ള സത്യവും. എന്നിട്ടമ്മ അതും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടാണ് പോകുന്നതും. അമ്മ വെറുതെ അരസിയെ ദേഷ്യം പിടിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞതും. അതും വിശ്വസിച്ചാണ് ഇത്രയും പ്രശ്നം അവിടെ നടന്നത് പോലും. അമ്മ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് തന്നെയാണിത്. അമ്മ പറഞ്ഞതും കൂടി കേട്ടപ്പോൾ അരസിക്കാണെങ്കിൽ അത് താങ്ങാൻ പറ്റിയില്ല. ഡിവോഴ്സ് പേപ്പർ നോക്കിയിട്ട് അരസിയാണെങ്കിൽ ഒരുപാട് കരയുന്നു. അതേസമയമായിരുന്നു ആകാശവീരന്റെ അമ്മ യാത്ര പറഞ്ഞു പോകുന്ന സമയം ആകാശവീരൻ ഓട്ടോയിൽ കയറിയതും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഓടി നേരെ ഓട്ടോയിൽ ചെന്ന് കയറും. അത് കാണുന്ന അരസിയാണെങ്കിൽ ഡേ അവിടെ നിൽക്ക്, ഞാനും വരുന്നു എന്ന് പറഞ്ഞ് അവരുടെ പിന്നാലെ ഓടുന്നു. എന്നിട്ട് ആകാശവീരനും അമ്മയ്ക്കുമൊപ്പം ഓട്ടോയിൽ കയറിയ അരസിയാണെങ്കിലോ വേഗം ഓട്ടോ എടുക്കുവാനായും പറയും. ഓട്ടോ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അവരെ ഫോളോ ചെയ്ത് അരസിയുടെ സഹോദരനും സഹോദരന്റെ ഗുണ്ടകളും എല്ലാം പിന്നാലെ പോകുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന അരസിയുടെ അച്ഛനാണെങ്കിൽ അവിടെ നിന്ന് ചിരിക്കും. സത്യത്തിൽ അരസിയുടെ അച്ഛന് അവരെ രണ്ടുപേരെയും പിരിക്കണമെന്ന് ഒരു താല്പര്യവുമില്ല. അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണമെന്നാണ് അരസിയുടെ അച്ഛന്റെ ആഗ്രഹവും. സത്യത്തിൽ ആകാശവീരൻ എങ്ങനെയാണ് ഈ ഒരു മുടിയെടുക്കുന്ന ചടങ്ങിന് അമ്പലത്തിൽ എത്തിയതെന്നാൽ അരസിയുടെ അച്ഛൻ തന്നെയാണ് അറിയിച്ചത്. ഇവരെ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കുക, ഇത് തന്നെയാണ് അച്ഛന്റെ ഉദ്ദേശവും. അച്ഛൻ പറഞ്ഞുവിട്ട ആളാണ്. ആകാശവീരനെ കവലയിൽ വെച്ച് കണ്ടപ്പോൾ ആകാശവീരനോട് കുഞ്ഞിന്റെ മുടിയെടുക്കുകയാണല്ലോ, നീ അറിഞ്ഞില്ലേ, നിന്നെ എന്താ അവരാരും വിളിച്ചില്ലേ എന്ന് ആകാശവീരനോട് പറയുന്നതും. അത് കേട്ട് ദേഷ്യമെന്നാണ് ആകാശവീരൻ നേരെ ക്ഷേത്രത്തിലേക്ക് എത്തി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതും. എന്തൊക്കെ സംഭവിച്ചാലും മോളും മരുമോനും ഏകദേശം ഒന്നിച്ചല്ലോ എന്ന സന്തോഷമാണ് അച്ഛന്. ആകാശവീരനും അരസിയും അമ്മയും കുഞ്ഞും കൂടി ഓട്ടോയിൽ പോകുന്ന സമയത്ത് അരസിയുടെ സഹോദരനാണെങ്കിൽ അവരെ ഫോളോ ചെയ്ത് പിന്നാലെ ഉണ്ടല്ലോ. സഹോദരന്റെ കുറെ ഗുണ്ടകളുമുണ്ട്. ഒരു ഘട്ടത്തിൽ വെച്ച് ആകാശവീരനാണെങ്കിൽ ഓട്ടോ നിർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അരസിയുടെ സഹോദരൻ വലിയ ഫൈറ്റ് തന്നെ നടക്കും. അരസിയുടെ സഹോദരന്റെ ഒരു കൂട്ടുകാരനാണെങ്കിൽ അരസിയെ ഇഷ്ടമാണ്. എങ്ങനെയെങ്കിലും ആകാശവീരനെ ഒതുക്കിയ ശേഷം അരസിയെ കല്യാണം കഴിക്കണമെന്നാണ് ആ കൂട്ടുകാരന്റെ ആഗ്രഹവും. ഇതെല്ലാം മനസ്സിലാക്കിയ ആകാശവീരനാണെങ്കിൽ എല്ലാവർക്കും ഇട്ട് നല്ലത് കൊടുക്കുന്നു. ഒടുവിൽ അരസിയുടെ സഹോദരനും ആകാശവീരനും വാളെടുത്ത് വെട്ടുമെന്നൊരവസ്ഥയായപ്പോൾ അരസി പുറത്തേക്ക് വന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ആരും വാളെടുത്ത് വെട്ടുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യുവാനായും ശ്രമിക്കും. അതേ സമയത്തായിരുന്നു അരസിയുടെ അച്ഛനും അമ്മയും ഒക്കെ അവിടേക്ക് വന്നതും. അമ്മയാണെങ്കിൽ വല്ലാതെ ബഹളം വെച്ചുകൊണ്ടിരിക്കും. എന്നാൽ അച്ഛനാണെങ്കിൽ അരസിയുടെ സഹോദരനെയും അമ്മയും ഒരുപാട് വഴക്ക് പറയും. എന്നിട്ട് അരസിയുടെ അച്ഛൻ പറയുന്നുണ്ട്, നീ കാരണമാ ഇത് ഇത്രയും പ്രശ്നമുണ്ടായത് എന്ന് പറഞ്ഞ് അമ്മയെ ഒരുപാട് വഴക്ക് പറയും. നീ കാരണമാ ഈ ഒരു പ്രശ്നം ഇത്രയും വഷളായതെന്ന് പറഞ്ഞ് അമ്മയെ അച്ഛൻ ഒരുപാട് വഴക്ക് പറയുന്നു. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുകയാണ്. അങ്ങനെ അരസിയും ആകാശവീരനും
പിന്നെ അരസിയുടെ വീട്ടുകാരും ആകാശവീരന്റെ വീട്ടുകാരും കൂട്ടാവുകയാണ്. പ്രശ്നമെല്ലാം പരിഹരിച്ചത് കൊണ്ട് തന്നെ രണ്ടു വീട്ടുകാരും അവരുടെ ഹോട്ടലിൽ തന്നെ ഒത്തുകൂടും. എല്ലാവരും സന്തോഷത്തോടു കൂടി ഫുഡും കഴിക്കുകയാണ്. അരസിയുടെ സഹോദരന് ആകാശവീരനോട് ദേഷ്യമുണ്ടെങ്കിലും അരസിയോടും കുഞ്ഞിനോടും ദേഷ്യമൊന്നുമില്ല. ആകാശവീരനും അരസിയുടെ ചേട്ടനും തമ്മിൽ എന്താണ് പ്രശ്നമെന്ന് അവർ പറയുന്നതേയില്ല. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 8 മണിയായപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചെങ്കിലും ഒരു 9 മണിയായപ്പോൾ വീണ്ടും അരസിയും ആകാശവീരനും തമ്മിൽ വഴക്കാകുന്നു. രണ്ടുപേരും പൊരിഞ്ഞ വഴക്ക്. അങ്ങനെ വഴക്ക് കൂടിക്കൂടി അവസാനം അത് ഡിവോഴ്സിലെത്തുകയാണ്. ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് രണ്ടുപേരും കോടതിയിലും എത്തി. എന്നാൽ രണ്ടുപേരും എപ്പോഴും വഴക്കായതുകൊണ്ടും ഇനി ഒത്തുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടും തന്നെ കോടതിയിൽ നിന്നും രണ്ടുപേർക്കും ഡിവോഴ്സ് കിട്ടുകയാണ്. ഡിവോഴ്സ് വാങ്ങിക്കഴിഞ്ഞതും അരസിക്ക് ആകാശവീരനെ മിസ് ചെയ്യുവാനായും തുടങ്ങി. ആകാശവീരനും അരസിയെ മിസ് ചെയ്യുവാനായും തുടങ്ങി. രണ്ടുപേർക്കും പരസ്പരം കാണാതെയും മിണ്ടാതെയും ഇരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി രണ്ടുപേരും രാത്രിക്ക് രാത്രി തന്നെ കാണുവാനായിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്നു. ആകാശവീരനടുത്ത് അരസി എത്തിയപ്പോഴാണ് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴാണ് തന്റെ കുഞ്ഞിനെ എടുത്തില്ല എന്ന കാര്യം അരസിക്ക് ഓർമ്മ വന്നതും. അങ്ങനെ വീണ്ടും വീട്ടിൽ പോയി കുഞ്ഞിനെയും എടുത്ത് ആകാശവീരന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. വീണ്ടും പഴയതുപോലെ സന്തോഷത്തോടു കൂടി ചെറിയ ചെറിയ പിണക്കങ്ങളുമായി വീണ്ടും അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ട് എത്ര പിണങ്ങിയാലും വഴക്കിട്ടാലും അരസിക്കും ആകാശവീരനും ഒരിക്കലും പിരിയാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.